എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ തീരുമാനമെടുത്ത വിഷയമെന്ന് മുഖ്യമന്ത്രി LDF യോഗത്തിൽ അറിയിച്ചു. ആക്ഷേപങ്ങളില്ലാത്ത വിധം മദ്യശാല തീരുമാനം നടപ്പിലാക്കും. കിഫ്ബി ടോളിൽ ചർച്ച നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, CPIയുടെ എതിർപ്പ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിലും പദ്ധതിക്കെതിരായി CPI സ്വീകരിച്ച നിലപാട്, അതിനിടയിൽ മുഖ്യമന്ത്രി അതിൽ വ്യക്തത വരുത്തുന്നു. പദ്ധതിയുമായി മുന്നോട്ട് എന്ന് തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. RJDയുടെ എതിർപ്പും അവിടെയുണ്ട്. അതിനിടയിൽ ഇത് സർക്കാരിൻ്റെ തീരുമാനമാണ്, മുന്നോട്ട് എന്ന നിലപാട് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ് ശ്രീജിത്ത്? രഞ്ജിത്ത്, മുഖ്യമന്ത്രി ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന ഒരു ശക്തമായ നിലപാടിലാണ് LDF യോഗത്തിൽ ഉണ്ടായിരുന്നത്. 3 മണിക്കൂറിനപ്പുറം നീണ്ടുനിന്ന ചർച്ചയാണ് ഈ എലപ്പുള്ളി ബ്രൂവർ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് LDF യോഗത്തിൽ നടന്നത്. വിശദമായ ചർച്ചയിൽ RJDയും CPIയും ഈ എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുന്നതിൽ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. CPI ചൂണ്ടിക്കാണിച്ച വിഷയം പ്രധാനമായും ജലദൗർലഭ്യത്തിൻ്റെയും കുടിവെള്ളത്തിൻ്റെയും പ്രശ്നമാണ്. കുടിവെള്ളം മുട്ടിച്ചും ഒപ്പം തന്നെ ജലചൂഷണം ഉണ്ടാക്കിയും ഇത്തരമൊരു പദ്ധതി നടത്തുന്നത് ഒട്ടും ഗുണകരമല്ല എന്ന അഭിപ്രായമാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം യോഗത്തിൽ ശക്തമായി തന്നെ ഉന്നയിച്ചത്. RJDയും ഈ പദ്ധതിയെ ശക്തമായി എതിർത്തു. മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനം എന്താണ് എന്ന കാര്യം മന്ത്രിസഭാ പ്രാതിനിധ്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണങ്ങൾ വേണ്ടി വന്നത് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് RJDയുടെ സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയത്. പദ്ധതി പ്രദേശത്തിൻ്റെ ഭൂപരിധി തന്നെ ലംഘിച്ചുകൊണ്ട്, ഭൂപരിഷ്കരണ നിയമത്തിലെ ഭൂപരിധി തന്നെ ലംഘിച്ചുകൊണ്ടാണ് പദ്ധതി പ്രദേശം ഈ ബന്ധപ്പെട്ട ഒയാസിസ് കമ്പനി വാങ്ങിയിരിക്കുന്നത്. ഇതടക്കമുള്ള നിയമലംഘനങ്ങൾ അവിടെയുണ്ട്. തണ്ണീർത്തട നിയമത്തിൻ്റെയും മറ്റും ലംഘനമുണ്ടെന്നടക്കമുള്ള കാര്യം RJDയും ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഇപ്പം മന്ത്രിസഭ തീരുമാനമെടുത്ത വിഷയമാണ്, ഈ കാര്യത്തിൽ ഇനി പിന്നോട്ടില്ല എന്ന ഒരു ശക്തമായ നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുകയായിരുന്നു. ഒടുവിൽ മുന്നണി നേതൃത്വവും മുന്നണി യോഗവും അതിനെ വഴങ്ങുകയായിരുന്നു. എന്തായാലും ആക്ഷേപങ്ങൾക്ക് ഇട നൽകാത്ത വിധം ഈ വൻകിട മദ്യനിർമ്മാണശാല പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകും. 7:30 LDF കൺവീനർ TP രാമകൃഷ്ണന്റെ വാർത്താ സമ്മേളനം AK സെന്ററിൽ നിശ്ചയിച്ചിട്ടുണ്ട്. എന്തായാലും ഘടകകക്ഷികളായ CPIയുടെയും RJDയുടെയും എതിർപ്പ് അവഗണിച്ചുകൊണ്ട് വൻകിട മദ്യനിർമ്മാണശാല കാര്യത്തിൽ LDF തീരുമാനമെടുത്തിരിക്കുന്നു. പദ്ധതിയുമായി മുന്നോട്ട് തന്നെ 600 കോടി രൂപ മുതൽ മുടക്കുള്ള 650 പേർക്ക് നേരിട്ട് തൊഴിൽ നൽകുന്ന പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല. സർക്കാർ തീരുമാനിച്ച പ്രകാരം മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി ശക്തമായ നിലപാടെടുത്തോടെയാണ് ഘടകകക്ഷികൾ അതിന് വഴങ്ങിയത്. ശ്രീജിത്ത്, ഈ LDF യോഗത്തിലും പദ്ധതിയുമായി മുന്നോട്ട് പോകരുത് എന്ന നിലപാട് CPI സ്വീകരിച്ചിരുന്നു. ജനങ്ങളെ എതിരാക്കുന്ന ഒരു പദ്ധതി, അതുമായി മുന്നോട്ട് പോകേണ്ടതില്ല. മറ്റ് നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ പോലെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുമൊക്കെ CPI ഒക്കെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിനിടയിലാണ് മുഖ്യമന്ത്രി ഉറച്ച ശബ്ദത്തിൽ ഇത് സർക്കാരിൻ്റെ തീരുമാനമാണ്, മന്ത്രിസഭാ തീരുമാനമാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നത്. നേരത്തെ ഈ CPI എതിർപ്പ് ഉയർത്തിയിരുന്ന ഘട്ടങ്ങളിലെല്ലാം ഈ ചർച്ചകളിലൂടെ CPIയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം എന്നൊരു നിലപാട് കൂടി CPM-നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ കൂടി ഉണ്ടായിരുന്നു. അതുകൂടി ഇല്ലാതായത് കഴിഞ്ഞ ദിവസത്തെ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതെങ്ങനെ മുന്നണിക്കകത്തൊരു വലിയ തർക്കത്തിലേക്കോ മറ്റോ കാര്യങ്ങൾ പോകാനുള്ള നിലയുണ്ടോ ശ്രീ? ഇനി വലിയ കാര്യമായ തർക്കങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല റീജിത്ത്. കാരണം വളരെ വിശദമായ ഒരു ചർച്ച മുന്നണിയുടെ യോഗത്തിൽ നടന്നു. LDFിൻ്റെ രാഷ്ട്രീയവും നയപരവുമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഏറ്റവും ആധികാരികമായ വേദിയാണ് LDF. അവിടെ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും ഒടുവിൽ അനുകൂലമായ തീരുമാനത്തിലാണ് CPI അടക്കമുള്ള കക്ഷികൾ പിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ RJDയും CPIയും ഈ എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ വിഷയത്തിൽ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയെങ്കിലും അവസാനം മുഖ്യമന്ത്രി എടുത്ത നിലപാടിനോട്, അതായത് പദ്ധതിയുമായി മുന്നോട്ട് പോകും, മന്ത്രിസഭ കൈക്കൊണ്ട തീരുമാനമാണിത്, അതിൽ നിന്ന് ഇനി പിന്നോട്ടില്ല എന്ന മുഖ്യമന്ത്രി നിലപാടിന് യോജിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ മുന്നണി യോഗത്തിലും മന്ത്രിസഭാ യോഗത്തിലും യോജിച്ച ശേഷം ഇനി പുറത്തിറങ്ങിയ ഒരു ഭിന്നമായ നിലപാട് സ്വീകരിക്കാൻ CPIക്കോ RJDക്കോ കഴിയില്ല. വിശദമായ ചർച്ച നടക്കണമെന്നായിരുന്നു RJDയുടെ ആവശ്യം. ആ ചർച്ച ഈ LDF യോഗത്തിൽ നടന്നു. LDF യോഗത്തിൻ്റെ സമീപകാല ചരിത്രത്തിലൊന്നും ഇല്ലാത്ത വിധം ഏതാണ്ട് 3.5 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് മുന്നണി യോഗത്തിൽ നടന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്തത് ഈ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട അനുമതിയാണ്. CPI ചൂണ്ടിക്കാണിക്കുന്ന വിഷയം പൊതുസമൂഹം ആകെ ഈ പദ്ധതിക്ക് എതിരാണ്. മാത്രമല്ല എലപ്പുള്ളി അടക്കമുള്ള മേഖല, പാലക്കാട്ടെ മേഖല ജലദൗർലഭ്യം നേരിടുന്ന പ്രദേശമാണ്. അവിടെ നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തിയ ഒരു പദ്ധതി വന്നാൽ അത് ജനങ്ങളെ സർക്കാരിനും മുന്നണിക്കും എതിരാക്കുന്ന ഒരു കാര്യമായിരിക്കുമെന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ മുന്നണി യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. RJD ആകട്ടെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ലംഘനമടക്കമുള്ള കാര്യങ്ങൾ ഈ പദ്ധതിയുടെ പ്രായോജകരായ ഒയാസിസ് കമ്പനി നടത്തുന്നുണ്ട്. മാത്രമല്ല ഇത്തരമൊരു
തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഈ എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല വിവാദവുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാട് തന്നെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു. പദ്ധതിയുമായി മുന്നോട്ടാണ്. നിലവിൽ CPI-യും RJD-യും മുന്നണിക്കകത്തു നിന്ന് തന്നെ ഉയരുന്ന എതിർ ശബ്ദങ്ങളെ അവഗണിച്ചുകൊണ്ട് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിക്കുകയാണ്. സർക്കാർ തീരുമാനമെടുത്ത വിഷയമാണ്, മന്ത്രിസഭ തീരുമാനമെടുത്ത വിഷയമാണ്. ആ പദ്ധതിയുമായി മുന്നോട്ട് തന്നെ എന്ന നിലപാടിലാണ് LDF യോഗം എത്തിയിരിക്കുന്നത്. LDF കൺവീനറുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ഉണ്ടാകും എന്നുള്ള വിവരം കൂടി തിരുവനന്തപുരത്ത് നിന്ന് പുറത്തുവരികയാണ്.